യുവാവ് നല്ല ഉറക്കമായി എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയാവട്ടെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ അവളെ യുവാവ് കിസ് ചെയ്തതുകൊണ്ടായിരിക്കാം പൂജയിൽ നിന്ന് അവൾ മനുഷ്യരൂപത്തിലേക്ക് എത്തിയെന്ന് കരുതി അവളാവട്ടെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതുന്നു. അവൾ പതിയെ യുവാവിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി പെൺകുട്ടിയാവട്ടെ ഉടനടി മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ശാപം അവസാനിപ്പിക്കാൻ അവൾ ഒരു വഴി കണ്ടെത്തിയെന്ന് ഓർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ അവളാവട്ടെ സന്തോഷത്തോടെ തന്നെ അവളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആവട്ടെ ഓഫീസിലെത്തിയ അവള് ഷർട്ടിന്റെ ബട്ടൺസ് മനഃപൂർവ്വം അഴിച്ചിട്ടിട്ട് സിഇഒയുടെ ശ്രദ്ധ ആകർഷിക്കാനായി ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും സിഇഒയുടെ ശ്രദ്ധ ആകർഷിച്ച് ശാപത്തെ നശിപ്പിക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവളുടെ സൗന്ദര്യം കൊണ്ട് സിഇഒയെ വലയിലാക്കാൻ കഴിയുമെന്ന് അവൾ കരുതി. അവളുടെ ഉദ്ദേശം മനസ്സിലാക്കിയ സിഇഒ ആവട്ടെ അതിനത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. സിഇഒ അവളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പെൺകുട്ടിയാവട്ടെ അവനടുത്തേക്ക് കുറച്ചും കൂടി നീങ്ങാൻ തുടങ്ങിയ സമയത്താവട്ടെ അവളുടെ സ്കേർട്ട് കീറിപ്പോകുന്നുണ്ട്. അവൾക്കാവട്ടെ എന്തെന്നില്ലാത്ത നാണക്കേടും അനുഭവപ്പെടുന്നു.